My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 165 എപ്പിസോഡിൽ സെപ്പിയ എന്ന അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗമാണ് പരിഗണിക്കുന്നത്. നമ്മൾ നേരത്തെ സെപ്പിയയുടെ പ്രധാനപ്പെട്ട ഒരു ജനറൽ സ്റ്റേറ്റ് നമ്മൾ കണ്ടു. അത് തുടർച്ചയായിട്ട് അതിൻ്റെ ഒരു ഫിസിക്കൽ കണ്ടീഷനും മെൻ്റൽ കണ്ടീഷനും ഇൻ്റലക്ച്വൽ കണ്ടീഷനും ഒക്കെ ഒരു ജനറൽ സ്റ്റേറ്റ് തന്നെ കൂടുതൽ വിശദീകരിക്കുകയാണ് എൻ്റെ ഈ ഭാഗത്ത്. നമുക്ക് ഒരു സെപ്പിയ പേഷ്യൻ്റെ കുറേ കൂടി സമഗ്രമായൊരു ചിത്രം ലഭിക്കാൻ നമുക്ക് ഇത് ശ്രദ്ധിക്കാം. ദ നെക്സ്റ്റ് മോസ്റ്റ് ജനറൽ സ്റ്റേറ്റ് ഈസ് എ പെക്യുലിയർ സാലോവ്നെസ് വിച്ച് യു വിൽ നീഡ് ടു സീ ടു ഫിക്സ് ഇൻ യുവർ മൈൻഡ്. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ജനറൽ ഫീച്ചേഴ്സിലൊന്ന് ഒരു പെക്യുലർ സവിശേഷമായ ഒരു തനതായ ഒരു വിളറിയ അവസ്ഥ, മഞ്ഞച്ച അവസ്ഥ, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ അവസ്ഥ, ഒരു ഡിസ്കളറേഷൻ മുഖത്തിൻ്റെ ഒരു അവസ്ഥ. ഒരു ആളെ കാണുമ്പോൾ ഒരു മഞ്ഞച്ച് അല്ലെങ്കിൽ വിളറിയ തവിട്ട് നിറത്തിലിരിക്കുന്ന അവസ്ഥ, അത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കണമെന്നാണ് പറയുന്നത്. അതൊരു പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ്, മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക ഈ അവസ്ഥ. സെപ്പിയ ഹാസ് ജോണ്ടീസ്. സെപ്പിയയിൽ മഞ്ഞപ്പിത്തം വരുന്നുണ്ട്, പക്ഷെ മഞ്ഞപ്പിത്തം ഇല്ലാതെ തന്നെ മഞ്ഞപ്പിത്തത്തിൻ്റെ പോലുള്ള അവസ്ഥ ഉണ്ടാകാം. യെറ്റ് ദിസ് പെക്യുലിയർ സാലോവ്നെസ് ഈസ് എ വാക്സി അനീമിക് അപ്പിയറൻസ്. ഒരു ഈ വാക്സി സ്കിന്ന് നമുക്ക് ഇവിടെ അങ്ങനെ അധികം കാണാൻ പറ്റില്ല, എങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിലൊരു ഫെയർ കോംപ്ലക്ഷൻ വെച്ചുകൊണ്ട് പറയുന്നതാണ് അനീമിക് അപ്പിയറൻസ്, വിളറിയ മഞ്ഞച്ച ഒരവസ്ഥ. Mottled with a yellow sallow tinge across the nose and the cheeks, described as yellow saddle across the nose and down the sides of the face. അതായത് മഞ്ഞ നിറത്തിലുള്ള കുത്തുകളും പാടുകളും ഈ മൂക്കിൻ്റെ പാദത്തിൻ്റെ അവിടെ ഇങ്ങനെ ഒരു സാഡിൽ എന്ന് വെച്ചാൽ കുതിരക്കിടുന്ന ഇരിപ്പിടം, കുതിരയിൽ മറ്റൊക്കെ ഇരിപ്പിടം, ആ ഇരിപ്പിടം പോലെ മൂക്കിൻ്റെ അവിടെ ആ ഭാഗത്ത് ഒരു യെല്ലോ പാച്ച് അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ പാച്ച്. മൂക്കിൻ്റെ കുറുകെയുള്ള പാച്ച് കവിളുകളിലേക്കും കൂടി പടരാം. ഇറ്റ് ഈസ് ഓൾസോ കോമൺ ഫോർ ദ വോൾ ഫേസ് ടു ബി കവേർഡ് വിത്ത് എനോമസ് ഫ്രക്കിൾസ്, ഗ്രേറ്റ് ബ്രൗൺ പാച്ചസ് ആസ് ഇൻ പ്രഗ്നൻസി, ബ്രൗൺ സ്പോട്ട്സ് ഓൺ ദ ചീക്സ്, ബ്രൗൺ വാർഡ്സ്. അപ്പോൾ ഈ മുഖത്ത് ഇനിയും ഒരുപാട് ലക്ഷണങ്ങൾ കാണാനുണ്ട്. എനോർമസ് ഫ്രക്കിൾസ്, തവിട്ട് നിറത്തിലുള്ള പാടുകൾ കൊണ്ട്, തവിട്ട് നിറത്തിലുള്ള വലിയ വലിയ പാടുകൾ കൊണ്ട് മുഖം മുഴുവൻ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഗർഭകാലത്തെന്ന പോലെ തവിട്ട് നിറത്തിലുള്ള പാടുകൾ മുഖത്ത് മുഴുവൻ, കവിളിൽ തവിട്ട് പാടുകൾ, പുള്ളിക്കുത്തുകൾ, ബ്രൗൺ വാട്സ്, തവിട്ട് നിറത്തിലുള്ള അരിമ്പാറകൾ. വാട്സ് ദാറ്റ് ഹാവ് ബീൻ റെഡ് ഓർ പിങ്ക് ബിക്കംസ് പിഗ്മെന്റഡ്. ആദ്യം ചുവന്ന നിറത്തിലെയോ പിങ്ക് നിറത്തിലോ ആയിരുന്ന അരിമ്പാറകൾ ബ്രൗൺ കളറിലായി, മഞ്ഞ നിറത്തിലായി. ലിവർ സ്പോട്ട്സ് ഓൺ ദ ഫേസ്, ചെസ്റ്റ് ആൻഡ് അബ്ഡമൻ. മുഖത്തും നെഞ്ചിലും അടിവയറ്റിലുമൊക്കെ കരളിൻ്റെ നിറത്തിലുള്ള, കരളിൻ്റെ ഒരു ടിപ്പിക്കൽ റെഡിഷ് ബ്രൗൺ കളറിലുള്ള പാച്ചസ്. ദ സ്കിൻ ഓഫ് ദ ഫേസ് ഇസ് സാലോ ആൻഡ് ഡോവി. മുഖത്തെ തൊലി സാലോ മഞ്ഞച്ചതാണ് അല്ലെങ്കിൽ ബ്രൗണിഷാണ്, ഡോവിയാണ്, അതായത് ഒരു കുഴച്ച മാവ് പോലെ. അതൊരു സ്മൂത്ത്നെസ് ഇല്ല, അതിനൊരു കൃത്യമായിട്ടുള്ളൊരു ടെക്സ്ചറില്ല, കുഴച്ച മാവ് പോലെ ഒരു ഇറഗുലാരിറ്റി. ലുക്സ് ആസ് ഇഫ് ദ മസിൽസ് വെർ ഫ്ലാബി. പേശികളായി ഇങ്ങനെ അയഞ്ഞ് ഫ്ലാബിയായി. യു വിൽ സെൽഡം സീ സെപ്പിയ ഇൻഡിക്കേറ്റ് ഇൻ ഫേസ് ദാറ്റ് ഷോസ് ഷാർപ്പ് ലൈൻസ് ഓഫ് ഇൻ്റലക്ട്. അതായത് അതൊരു ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ ജീവശാസ്ത്രപരമായിട്ട് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ബുദ്ധിയെ ദ്യോതിപ്പിക്കുന്നതാണ് ഈ മുഖത്തും നെറ്റിയിലുള്ള വരകൾ എന്നുള്ളൊരു പഴയൊരു കൺസെപ്റ്റ് ഉണ്ട്. ഒരു സാഹിത്യപരമായൊരു ഭാവനയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനൊരു ജീവശാസ്ത്രപരമായിട്ട് അടിത്തറയുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. ബുദ്ധിയെ സൂചിപ്പിക്കുന്ന ആ നെറ്റിയിലും മുഖത്തുമൊക്കെയുള്ള ആ ഷാർപ്പായിട്ടുള്ള വരകൾ, കേവ്സ്, അത് സെപ്പിയ പേഷ്യൻറ്റിൽ കാണില്ല. സെപ്പിയ പേഷ്യൻറ്റിൽ ഇതുപോലെ കുഴച്ച മാവ് പോലെ, അത് കൃത്യമായ ഷേപ്പൊന്നുമില്ല. നമ്മളെങ്ങനെ ആക്കുന്നോ
ഏത് പാത്രത്തിൽ വെക്കുന്നു അങ്ങനെ ഇരിക്കും. പുട്ടിന് പൊടി കുഴച്ച് കഴിഞ്ഞാൽ അതിന് ഷേപ്പില്ല, വരുപരുത്തതും മറ്റുമൊക്കെ ആയിരിക്കും. അങ്ങനത്തെ ഒരു മുഖം ഒരു ബുദ്ധിയെ, ധൈഷണികതയെ സൂചിപ്പിക്കുന്ന ഒരു മുഖമല്ല സെപ്പിയ പേഷ്യൻ്റ് ഉള്ളത്. എ പേഴ്സൺ ഹു ഹാസ് ബീൻ തിങ്കിങ് എ ലോങ് ടൈം ഹാസ് ദ ലൈൻസ് ആൻഡ് ഷാർപ്പ് ആംഗിൾസ് ഓഫ് എ തിങ്കിങ് പേഴ്സൺ. എൻ്റെ അതിനെക്കുറിച്ച് തുടർന്നും പറയാണ്. തുടർച്ചയായിട്ട് ബുദ്ധിപരമായ പ്രവർത്തനത്തിൽ ചിന്തകളിൽ ഏർപ്പെടുന്ന ആളിൽ നെറ്റിയിലും മുഖത്തുമൊക്കെ അതിൻ്റേതായ ചുളിവുകളും വളരെ ഷാർപ്പായിട്ടുള്ള രേഖകളും ഉണ്ടാകാം. നമ്മൾ ചിന്തിക്കുമ്പോൾ നെറ്റ് ചുളിക്കും. അതൊക്കെ കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. ധൈഷണിക ജീവിതത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ആ മുഖത്തില്ല എന്നർത്ഥം. അപ്പോൾ വൺ ഹു പൊസസ് വിൽ ആൻഡ് ഇൻ്റലക്ട്, ഇച്ഛാശക്തിയും ബുദ്ധിശക്തിയും ഉള്ള ഒരാളിൽ കാണുന്ന പോലുള്ള ആ ഒരു ധൈഷണിക ജീവിതത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ മുഖത്തില്ല. എന്നാൽ അതേസമയം തുറന്നു പറയുന്നുണ്ട്, ചിന്തകൾ മൈൻഡ് ആക്റ്റീവാണെന്ന് പറയുന്നുണ്ട്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. മനസ്സ് വളരെ സജീവമാണ്, മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മനസ്സിൻ്റെ പ്രവർത്തനം ബുദ്ധിയുടെയോ ഇച്ഛാശക്തിയുടെയോ സൂചനയായി കാണരുത്. മനസ്സിനെ മനസ്സായിട്ടും ഇൻ്റലക്റ്റിനെ അല്ലെങ്കിൽ ബുദ്ധിയായിട്ടും നമ്മൾ മനസ്സിലാക്കണം. ഇച്ഛാശക്തിയെ, വില്ലിനെ അങ്ങനെയായിട്ട് കാണണം. ഓരോന്നിനും അതിൻ്റെതായ ലക്ഷണങ്ങൾ ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. വില്ലിൻ്റെ ലക്ഷണങ്ങൾ, മൈൻഡിൻ്റെ ലക്ഷണങ്ങൾ, ഇൻ്റലക്റ്റിൻ്റെ ലക്ഷണങ്ങൾ. ഇവിടെ സെപ്പിയ പേഷ്യൻറ്റിൻ്റെ മനസ്സ് ആക്റ്റീവാണ്, പക്ഷേ ബുദ്ധിയോ ഇച്ഛാശക്തിയോ ഉള്ള പേഷ്യൻ്റ് അല്ല. The sepia subject is one who is rather stupid and dull, thinks slowly and is forgetful. ചിന്തകൾ വളരെ സാവകാശമാണ്, ബുദ്ധിയുടെ പ്രവർത്തനം മന്ദീഭവിച്ചിരിക്കുക എന്നർത്ഥം. ഫോർഗറ്റ്ഫുൾ, മറന്നുപോകുന്നു, മറവിയുണ്ട്. ദ മൈൻഡ് ഈസ് എനിത്തിങ് ബട്ട് ആക്റ്റീവ്, പക്ഷേ എന്നാലും മനസ്സ് വളരെ ആക്റ്റീവാണ്. ആൻഡ് വി സീ ഇറ്റ് ഇൻ ദ ഫേസ്, അത് മുഖത്ത് കാണാൻ പറ്റും. മനസ്സ് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു പിരിമുറുക്കം മുഖത്ത് കാണാൻ പറ്റും. പക്ഷെ ബുദ്ധിയെയും ഇച്ഛാശക്തിയെയും ദ്യോതിപ്പിക്കുന്ന ആ ഷാർപ്പ് കേർവ്സ്, ഷാർപ്പ് ലൈൻസ് ഇല്ല. എത്ര മനോഹരമായിട്ടാണ് ഒരു ഡ്രഗ് പിക്ചർ കെൻഡ് വരച്ച് കാണിക്കുന്നത് നോക്കുക. കൃത്യമായിട്ട് ശരിക്കും മനസ്സിൽ നിങ്ങൾ സൂക്ഷിച്ചാൽ രോഗിയെ കണ്ടാൽ പറയാൻ പറ്റും. ഇൻ മെനി ഇൻസ്റ്റൻസസ് ഹവർ ദ സെപ്പിയ പേഷ്യൻ്റ് ഈസ് എ ക്വിക്ക് പേഷ്യൻ്റ്, ബട്ട് ദ ഡൾനെസ് ഓഫ് ഇൻ്റലക്ട് ഈസ് ദ മോസ്റ്റ് സ്ട്രൈക്കിംഗ് ഫീച്ചർ ആൻഡ് ഇറ്റ് റിഫ്ലക്ട്സ് ഇറ്റ്സ് അപ്പോൺ ദ ഫേസ്. വീണ്ടും ആ മനസ്സും ബുദ്ധിശക്തിയും തമ്മിലുള്ള ആ ഒരു അതിർവരമ്പ് അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യാസം കേട്ട് തുടർന്ന് വിശദീകരിക്കുകയാണ്. ക്വിക്ക് പേഷ്യൻ്റ് കാരണം ചിന്തകൾ വളരെ വേഗത്തിലാണ്. പെട്ടെന്ന് കാര്യമായിട്ട് ആലോചിക്കാതെ പെട്ടെന്ന് തീരുമാനമെടുക്കും, പെട്ടെന്ന് പ്രവർത്തിക്കും. അതാണ് ക്വിക്ക് പേഷ്യൻ്റ്. അത് ബുദ്ധിയുടെ ലക്ഷണമല്ലത്. മനസ്സ് ആക്റ്റീവ് ആയതുകൊണ്ട് എന്താ പറയുക, ഒറ്റ ബുദ്ധി എന്നൊക്കെ പറയുന്നില്ലേ, ഒരു കാര്യത്തെക്കുറിച്ച് പല ആംഗിളിൽ ചിന്തിച്ച് അതിൻ്റെ ഒരു സാധുത മനസ്സിലാക്കാതെ പെട്ടെന്ന് എന്തെങ്കിലും ചിന്തിച്ച് പെട്ടെന്ന് പ്രവർത്തിക്കുന്നു, പെട്ടെന്ന് സംസാരിക്കുന്നു. അങ്ങനെയാണ് ക്വിക്ക് പേഷ്യൻ്റ്. പക്ഷേ ഇൻ്റലക്റ്റിൻ്റെ, ബുദ്ധിശക്തിയുടെ, ധൈഷണികതയുടെ ഒരു മാന്ദ്യമുണ്ട്. ഈസ് ദ മോസ്റ്റ് സ്ട്രൈക്കിംഗ് ഫീച്ചർ. അത് വളരെ സ്ട്രൈക്കിംഗ് ആണ്. അപ്പോൾ ഒരു ബുദ്ധിശക്തിയിൽ വേണ്ടത്ര പുരോഗമിക്കാത്ത, എന്നാൽ മനസ്സ് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന, പെട്ടെന്ന് എടുത്തിയാടി പ്രവർത്തിക്കുന്ന ഒരു പ്രകൃതം. അതാണ് സെപ്പിയയുടെ ഒരു മനസ്സ്. ഫേസ് ഈസ് ജനറലി പഫ്ഡ്, ഓഫൺ സ്മൂത്ത് ആൻഡ് റൗണ്ടഡ് ആൻഡ് മാർക്ഡ് ബൈ ആബ്സെൻസ് ഓഫ് ഇൻ്റലക്ച്വൽ ലൈൻസ് ആൻഡ് ആംഗിൾസ്. അപ്പോൾ ആകെ വിങ്ങി വീർത്തിരിക്കുന്ന മുഖം, പ്രത്യേകിച്ച് രൂപമില്ലാത്ത മുഖം, പഫ്ഡാകാം. പക്ഷേ കെൻഡ് വീണ്ടും വീണ്ടും പറയുന്നതാണ്, ധൈഷണികതയെ സൂചിപ്പിക്കുന്ന വരകളോ കർവ്സോ ഷാർപ്പ് ലൈൻസോ ആ മുഖത്ത് ഇല്ല. ദ പേഷ്യൻ്റ് ഈസ് അനീമിക്, പെയിൽ ലിപ്സ് ആൻഡ് ഇയേഴ്സ്, പെയിൽ സാലോ ഫേസ്, ഫിംഗേഴ്സ് ആൻഡ് ഹാൻഡ്സ് ബിക്കം ഷ്രിവൽഡ്, സാലോ, വാക്സി, ബ്ലഡ്ലെസ്. ആകെ വെളുത്തിരിക്കുന്ന ഒരു രോഗി. അനീമിക്കാണ്. ചുണ്ടും കാതുകളും വരെ വിളറിയിരിക്കുന്നു. സാലോ ഫേസ്, നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞച്ചത് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പിടിച്ച പോലെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇളം തവിട്ട് നിറമുള്ളത്. വിരലുകളും കൈകളും ഷ്രിവൽഡ്, ഉണങ്ങി ശുഷ്കിച്ച പോലെ, വിരലുകളും കൈകളും ഉണങ്ങി ശുഷ്കിച്ചതുപോലെ. വാക്സി, ബ്ലഡ്ലെസ്, രക്തമില്ലാത്ത പോലെ. സെപ്പിയ എസ്റ്റാബ്ലിഷസ് എ പ്രോഗ്രസിംഗ് എമേസിയേഷൻ ഓഫ് ബോഡി ആൻഡ് ദ സ്കിൻ ബിക്കംസ് റിങ്കിൾഡ്. പ്രോഗ്രസീവ് എമേസിയേഷൻ,
ക്രമേണ ആൾ ശോഷിച്ചു വരുന്നു. പെട്ടെന്ന് ശോഷിക്കില്ല, ക്രമേണ പ്രോഗ്രസീവ്, ക്രമേണ കുറച്ച് ഇങ്ങനെ ശോഷിച്ച് ആ ശോഷണം വർദ്ധിച്ചു വരുന്നു. ശോഷണത്തിലാണ് പ്രോഗ്രഷൻ. സ്കിൻ ബിക്കംസ് റിങ്കിൾ, തൊലിയാകെ ചുരുണ്ടുകൂടുന്നു. ദ പേഴ്സൺ ലുക്സ് പ്രിമച്വർലി ഓൾഡ്, അകാല വാർദ്ധക്യം ബാധിച്ചതുപോലെ രോഗികൾ. റിങ്കിൾസ് ഇന്റർമിംഗിൾഡ് വിത്ത് സാലോ സ്പോട്ട്സ് ഓൺ ദ ഫേസ് in one who is 35 years of age, making him as if he were 50. അപ്പോൾ ഈ ചുളിവുകളും മുഖത്തെ മഞ്ഞ കുത്തുകളും പാടുകളും ഇതെല്ലാം നോക്കുമ്പോൾ ഒരു 35 വയസ്സുകാരനെ 50 വയസ്സുകാരനെ തെറ്റിദ്ധരിക്കും. അതാണ് അവസ്ഥ. എ ചൈൽഡ് ലുക്സ് എ ഷിവൽഡ് ഡ്രൈഡ് അപ്പ് ഓൾഡ് പേഴ്സൺ, ഒരു കുട്ടി ഉണങ്ങി ശുഷ്കിച്ച ഒരു വൃദ്ധനെയോ അല്ലെങ്കിൽ വൃദ്ധയോ പോലെ തോന്നിക്കും. വാർദ്ധക്യത്തിന് ഉണങ്ങി ശുഷ്കിച്ചില്ലേ, അതുപോലെ ഇരിക്കുന്ന കുട്ടി, അകാല വാർദ്ധക്യം. അതുപോലെ പല മരുന്നുകളിലുണ്ട് ഇങ്ങനത്തെ ചിത്രങ്ങൾ, ഈ ഉണങ്ങി വരുന്ന അകാല വാർദ്ധക്യം. സെപ്പിയുടെ ടിപ്പിക്കൽ പ്രിമച്വർ ഓൾഡർനെസ്, അത് മനസ്സിലാക്കിയിരിക്കണം. വിത്ത് ഓൾ കംപ്ലൈൻറ്റ്സ് ദർ ഇസ് കോൺസ്റ്റിപ്പേഷൻ. ഇനി മറ്റൊരു ആസ്പെക്ട്, ഈ പറയുന്ന എല്ലാ അവസ്ഥകളോടും ചേർന്ന് ആൾക്ക് മലബന്ധമുണ്ട്, കോൺസ്റ്റിപ്പേറ്റാണ്. The bowels lose their ability to expel their contents. വയറ് അതിൻ്റെ കണ്ടൻസ്, അതിൻ്റെ വയറ്റിലുണ്ടായിത്തീരുന്ന അവശിഷ്ടങ്ങളിനെ പുറന്തള്ളാൻ, മലത്തെ പുറന്തള്ളാൻ അശക്തമായിത്തീരുന്നു. ആൻഡ് ദ പേഷ്യൻ്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റിപ്പേറ്റഡ്, എപ്പോഴും മലബന്ധം. കോൺസ്റ്റിപ്പേഷൻ ഡ്യൂറിങ് പ്രഗ്നൻസി, ഗർഭകാലത്തെ മലബന്ധം. സ്ലോ ഡിഫിക്കൽട്ട് സ്റ്റൂൾ, വളരെ പ്രയാസപ്പെട്ട് സാവകാശം മലം പോകുന്നു. സ്റ്റൂൾ ലൈക്ക് ഷീപ്പ് ഡങ്, ആട്ടിൻകാട്ടം പോലെ ഒരു മണിമണിയായിട്ട് കട്ടയായിട്ട് പോകുന്ന മലം. ഓൾവേസ് ഹാസ് എ ഫീലിംഗ് ഓഫ് എ ലംപ് ഇൻ ദ റെക്ടം, മലാശയത്തിൽ എപ്പോഴും ഒരു കട്ട ഇരിപ്പുണ്ട് എന്ന് തോന്നല്. നെവർ ഏബിൾ ടു എംപ്റ്റി ദ ബവൽസ്, ഈ വയറിനെ പൂർണ്ണമായിട്ടും ഇതിനെല്ലാം പുറന്തള്ളി ഫ്രീ ആക്കാൻ പറ്റില്ല. ദോ ഹി ഗോസ് ടു സ്റ്റൂൾ ദർ ഈസ് ഓൾവേസ് എ സെൻസേഷൻ ഓഫ് എ ലംപ് റിമൈനിങ് ഇൻ ദ റെക്ടം. കക്കൂസിൽ പോയി കുറേയൊക്കെ പോയി, എന്നാൽ പോലും ഒരു കട്ട മലാശയത്തിൽ ഇരിക്കുന്ന പോലത്തെ ഒരു തോന്നൽ. വെൻ ദ സ്റ്റൂൾ പാസസ് ഇൻ ദ ലോവർ ബവൽ ഇറ്റ് ഈസ് നോട്ട് എക്സ്പെൽഡ് അണ്ടിൽ ദർ ഈസ് അക്യുമുലേഷൻ വിച്ച് പ്രസസ് ദ സ്റ്റൂൾ ഔട്ട്. ഇനി മലം മലാശയത്തിലേക്ക് വന്നു, കീഴേക്ക് വന്നു, എന്നാലും അവിടെ നിൽക്കും. ഇനി മേലെ വീണ്ടും അടുത്ത ഭക്ഷണം കഴിച്ച് അത് അക്യുമുലേറ്റ് ചെയ്ത് അതിൻ്റെ പ്രഷർ കൊണ്ടുവേണം മറ്റേത് പോകാൻ. നോർമലായിട്ട് പോവില്ല. ഈ വിശപ്പിനെ കുറിച്ച് തുടർന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും, ഈ പ്രഷറൈസ് ചെയ്ത് പുറത്തു പോകുന്നത്. ഇറ്റ് ഈസ് നോട്ട് എക്സ്പെൽഡ് അണ്ടിൽ ദർ ഈസ് ആൻ അക്യുമുലേഷൻ വിച്ച് പ്രസസ് ദ സ്റ്റൂൾ ഔട്ട്. അനദർ ഫീച്ചർ പ്രസന്റ് ഇൻ മോസ്റ്റ് സെവിയർ പേഷ്യൻ്റ് ഈസ് എ നോവിങ് ഹങ്ങർ സെൽഡം സാറ്റിസ്ഫൈഡ്. ഒട്ടുമിക്ക സെപ്പിയ പേഷ്യൻസിലും കാണുന്ന മറ്റൊരു ലക്ഷണം വിട്ടുമാറാത്ത വിശപ്പ്, എത്ര തിന്നാലും ഒടുങ്ങാത്ത വിശപ്പ്, പിന്നെയും തിന്നുകൊണ്ടിരിക്കും. അതായത് നോവിങ് ഹങ്കർ, സെൽഡം സാറ്റിസ്ഫൈഡ്. അതിൻ്റെ തൃപ്തി വല്ലപ്പോഴേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ഭക്ഷണം കൊടുത്തൊരു മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ ഏറ്റവും നല്ല മാർഗം അയാൾക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ്. ഒരു പരിധി കഴിയുമ്പോൾ തൃപ്തിപ്പെടും. പക്ഷേ സെപ്പിയ പേഷ്യൻ്റെ കാര്യത്തിൽ രക്ഷയില്ല, എത്ര തിന്നാലും വിശപ്പ്. ഇങ്ങനെ തിന്ന സാധനങ്ങൾ ചെന്ന് അക്യുമുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷർ കൊണ്ടുപോകാൻ മറ്റേത് പോകാൻ. ഈവൻ ദോ ഹി ഈറ്റ്സ് പ്ലെൻറ്റിഫുള്ളി ഹി ഫീൽസ് എ നോവിങ് എംപ്റ്റി ഹംഗ്രി ഫീലിംഗ് ഇൻ ദ സ്റ്റൊമക്ക്. ഇനി ധാരാളം തിന്നാലും അയാൾക്ക് വിശപ്പ്, ഒരു വയറ് കാലിയായി കിടക്കുന്ന ഒരു തോന്നലുണ്ട്. നോട്ട് റിലീവ്ഡ് ബൈ ഈറ്റിംഗ് ഓർ റിലീവ്ഡ് ഓൺലി ഫോർ എ മൂമെൻറ്റ്. ഈ ഭക്ഷണം കൊണ്ട് അതിനൊരു ശമനമില്ല. ശമിച്ചാൽ തന്നെ തൽക്കാലത്തേക്ക്, ഒരു നിമിഷത്തേക്ക് ശമനം, പിന്നെ വീണ്ടും വിശപ്പ്. ദിസ് ഈസ് സ്ട്രൈക്കിംഗ് എസ്പെഷ്യലി വെൻ അസോസിയേറ്റ് വിത്ത് ദ കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ദ പെക്യുലർ സ്റ്റേറ്റ് ഓഫ് ദ അഫെക്ഷൻസ്. അപ്പോൾ ഈ മലബന്ധമായിട്ട് ബന്ധപ്പെട്ട് ഇത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. പെക്യുലർ സ്റ്റേറ്റ് ഓഫ് ദ അഫെക്ഷൻസ്, ആളുടെ ഇഷ്ടങ്ങളോട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഭക്ഷണത്തോടുള്ള ഇഷ്ടം, അങ്ങനെയുള്ള കാര്യം ഇഷ്ടപ്പെട്ട് വരുമ്പോഴും ഇത് വളരെ സവിശേഷമായൊരു കാര്യമാണ്. എത്ര തിന്നാലും മതി വരുന്നില്ല, തൽക്കാലം മതിയാലും വീണ്ടും വിശക്കുന്നു. അങ്ങനെ തിന്ന ഭക്ഷണത്തിൻ്റെ അതിങ്ങനെ ദഹിച്ച് വരുമ്പോൾ അതിൻ്റെ മർദ്ദം കൊണ്ട്, തള്ളൽ കൊണ്ട് ശരിക്കുള്ള മലം പുറത്തു പോകും. നോർമൽ എക്സ്പ്രഷൻ ഇല്ല. When these symptoms are associated with prolapses, sepia will certainly cure. ഇതിനോടൊക്കെ ചേർന്ന് ഈ പ്രൊലാപ്സസ്, ആന്തരികാവയവങ്ങൾ തള്ളി വരുന്നൊരവസ്ഥ, ഗർഭാശയം, മൂത്രസഞ്ചി,
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുടല് ഇതൊക്കെ എൻ്റെ ശക്തി പോയിട്ട് പുറത്തേക്ക് തള്ളി വരുന്ന ഹാങ്ങിങ് ഡൗൺ അങ്ങനത്തെ ഒരു കണ്ടീഷൻ കൂടെ ഇതിലൂടെ ചേർന്ന് വരുമ്പോൾ അത് സെപ്പിയയുടെ ഒരു ഉറച്ച സൂചനയായിട്ട് മാറും. സെപ്പിയ സഡൻലി ക്യൂർ, സെപ്പിയ അതിനെ സുഖപ്പെടുത്തും. നോ മാറ്റർ ഹൗ ബാഡ് ദ പ്രൊലാപ്സസ് ഹാസ് ബീൻ, ഈ പ്രൊലാപ്സസ് എത്ര മോശമായിരുന്നാലും ശരി ഉണ്ടാകും. ഓർ വാട്ട് കൈൻഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ദർ ഈസ്, ഏത് തരത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റ്, കുടലിൻ്റെയോ ഗർഭാശയത്തിൻ്റെയോ മൂത്രസഞ്ചിയുടെയോ എന്തിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാലും ശരി, എത്രത്തോളം ഉണ്ടായാലും ശരി, എത്ര പഴകിയാലും ശരി, ഈ ഒരു ജനറൽ കണ്ടീഷനെല്ലാം ഒത്തു വന്നു കഴിഞ്ഞാൽ സെപ്പി അതിനെ സുഖപ്പെടുത്തും, ഉറപ്പാണ് കാര്യം. നേരത്തെ ലൈക്കപ്പോടത്തി അങ്ങനത്തെ ഒരു കേസ് പറഞ്ഞിട്ടുണ്ട്. കുടൽ താഴേക്ക് വന്നിരുന്നൊരു കേസ്, അവിടെ പിടിച്ചു നിർത്തിയോളൂ ഒറ്റ ഡോസ്. പല മരുന്നുകളുണ്ട്. ടോട്ടാലിറ്റി ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഔഷധമായാലും ഇത്തരം കണ്ടീഷൻസിന് അവിടെ പിടിച്ചു നിർത്തും. ദിസ് ഈസ് ദ റിസൾട്ട് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് റിലാക്സേഷൻ ഓഫ് ഓൾ ദ ഇന്റേണൽ പാർട്സ് ആസ് ഇഫ് ദേ വർ ലെറ്റ് ഡൗൺ. അപ്പോൾ എല്ലാം ഇങ്ങനെ വിട്ടുകൊടുത്തു, എല്ലാം നമ്മൾ ആന്തരാവയവങ്ങളെല്ലാം നിശ്ചിത സ്ഥാനത്ത് പേശികളും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ആ ബലമൊക്കെ പോയി വിട്ടുകൊടുത്താൽ എന്നതുപോലെ ഇതെല്ലാം ഡിസ്പ്ലേസ്ഡ് ആകുന്നു. എത്രത്തോളം ഇതുണ്ടെന്നുള്ളത് വിഷയമല്ല, അത് ഈ റിലാക്സേഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ്, ഇന്റേണൽ പാർട്സിന്റെ റിലാക്സേഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ്. വാണ്ട്സ് എ ബാൻഡേജ് ടു ഹോൾഡ് ദ പാർട്സ് അപ്പോൾ വാണ്ട്സ് ടു പ്ലേസ് ദ ഹാൻഡ് ഓർ നാപ്കിങ് ഓൺ ദ പാർട്സ്. അപ്പോൾ ഈ ഭാഗങ്ങൾ പുറത്തു പോകാതിരിക്കും. ഇപ്പോൾ ഗർഭാശയമൊക്കെ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി നാപ്കിൻ വെച്ച് കെട്ടിവെക്കണം. നമ്മൾ പണ്ട് കോണകം കൊണ്ട് കെട്ടുക എന്നൊക്കെ പറയില്ലേ, വൃഷണം താഴേക്ക് തള്ളിപ്പോകുന്നു. പണ്ട് ലങ്കോട്ടി അതൊക്കെ വെച്ചുകൊണ്ട് കെട്ടിവെക്കും. ഇങ്ങനെ ബാൻഡേജ് നല്ല കൈ കൊണ്ട് താങ്ങി പിടിക്കണം. ഈ വൃഷണ വീക്കമൊക്കെ ഉള്ളൊരു പണ്ടിങ്ങനെ കൈ കൊണ്ട്, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് ഈ വൃഷണം ടെസ്റ്റിക്കിൾസ് ഇങ്ങനെ കൈ കൊണ്ട് താങ്ങി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെ. എ ഫണലിങ് സെൻസേഷൻ, ഒരു ചോർപ്പിലൂടെ ഇങ്ങനെയാണ് പുറത്തേക്ക് ഇങ്ങനെ ഒഴുകിപ്പോകുന്നത്. ഫണലിൽ ഒഴിച്ചാൽ മണ്ണോ എന്തെങ്കിലും ലിക്വിഡോ ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്ന പോലെ നമ്മളുടെ ഓറിഫിസസിലൂടെ, വജൈനയിലൂടെ, രക്തത്തിലൂടെ ഇങ്ങനെ ഒരു ചോർപ്പിലൂടെ പോകുന്ന പോലെ പോകുന്നൊരു സെൻസേഷൻ, ഈ ആന്തരിയാവ അങ്ങനത്തെ റിലാക്സേഷൻ. ബെറ്റർ സിറ്റിംഗ് ഡൗൺ ആൻഡ് ക്രോസിങ് ദ ലിംസ്, ഇരുന്നിട്ട് കാലിങ്ങനെ ക്രോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ചമ്രം പടഞ്ഞൊക്കെ വെച്ച് കഴിഞ്ഞാൽ റിലീഫുണ്ട്. ഇനി എല്ലാം കൂടി കാച്ചി കുറുക്കി കണ്ടു പറയാണ്, വെൻ ദീസ് സിംറ്റംസ് ഗ്രൂപ്പ് ദംസെൽഫ് ടുഗദർ, ഈ ലക്ഷണങ്ങളെല്ലാം സംയോജിച്ച് വന്നാൽ എന്തൊക്കെയാണ്? ദ നോവിങ് ഹങ്കർ, ശമിക്കാത്ത വിശപ്പ്, കോൺസ്റ്റിപ്പേഷൻ മലബന്ധം, ഡ്രാഗിങ് ഡൗൺ, ആന്തരാവയവങ്ങളൊക്കെ താഴേക്ക് ഇങ്ങനെ തൂങ്ങി വരല്, മെന്റൽ കണ്ടീഷൻ കൊണ്ട് ആക്റ്റീവായിട്ടുള്ള മനസ്സ്, വല്ലാതെ പെട്ടെന്ന് എടുത്തിയാടി പ്രവർത്തിക്കുന്ന മനസ്സ്. ഇറ്റ് ഈസ് സെപ്പിയ ആൻഡ് സെപ്പിയ ഓൺലി. ഇത്രയും കാര്യങ്ങളും സെപ്പിയാണ്, സെപ്പിയ മാത്രമാണ്. വൺ ഈസ് നോട്ട് സഫീഷ്യൻറ്റ് ബട്ട് ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ. ഇത് ഏതെങ്കിലും ഒരു ലക്ഷണം ഉണ്ടായാൽ പോരാ. ഇപ്പോൾ സാധാരണ കൊള്ളാപ്സമായിട്ട് വരുമ്പോൾ അന്ന് സെപ്പിയ കൊടുത്ത് നോക്കാം എന്ന് വിചാരിക്കരുത്. മനസ്സിൻ്റെ ഈ ഒരു ആക്റ്റീവ്നെസ്സും ഇൻ്റലക്ച്വൽ ഡൾനെസ്സും കാണുമ്പോൾ അന്ന് സെപ്പിയ ആയിരിക്കും, അങ്ങനെ പാടില്ല. എല്ലാം ചേർന്ന് വരണം, എല്ലാം കൂടി ചേർന്ന് വരണം. ടോട്ടാലിറ്റിയാണ് പ്രധാനം. സെപ്പിയെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായ ചിത്രം കിട്ടി. ഇനിയും കെൻറ്റ് പലതും വിശദീകരിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഔഷധമാണ്. പ്രാക്ടീസിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗത്തിൽ വരും. അപ്പോൾ നമുക്ക് തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.